ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിസ്റ്ററിയും ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സീരീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഗേറ്റുകളുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതിന് 6 ഗേറ്റുകളുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന് പുതിയതായി പണിയുന്ന ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന് 6 ഗേറ്റുകളാണുള്ളത്. അപ്പോൾ അതിന്റെ ന്യൂസ് നമുക്ക് നോക്കാം. ദ ന്യൂ പാർലമെന്റ് ബിൽഡിംഗ് ഹാസ് 6 ഗേറ്റ്സ് നെയ്മഡ് ആഫ്റ്റർ ക്രിയേച്ചേഴ്സ്, സം റിയൽ, അതേഴ്സ് മിത്തോളജിക്കൽ. അപ്പൊ ഈ 6 ഗേറ്റിനും ചില ക്രിയേച്ചേഴ്സിന്റെ പേരുകളാണ് നൽകിയിട്ടുള്ളത്. ചിലത് റിയൽ ആയിട്ടുള്ള ക്രിയേച്ചേഴ്സ് ആണ്, ചിലത് മിത്തോളജിക്കൽ ആണെന്നാണ് പറയുക. അപ്പൊ ഈ ഓരോ ഗേറ്റിനും എങ്ങനെയാണ്, ഏത് ക്രിയേച്ചറിന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ആ ക്രിയേച്ചർ എന്തിനെ സിംബലൈസ് ചെയ്യുന്നു എന്നുള്ളത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഗേറ്റിന്റെ പേര് ഗജദ്വാർ എന്നാണ്. ഗജം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമുക്കറിയാം ആന എന്നാണ്, അല്ലെ സംസ്കൃതത്തിലൊക്കെ ആന എന്നാണ് അർത്ഥം. നമ്മൾ മലയാളത്തിലും ആനയുടെ പര്യായപദമായിട്ട് പഠിക്കുന്നതാണ് ഗജം. അപ്പൊ ഗജദ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിഫന്റിന്റെ രൂപം കൊത്തിവെച്ചിട്ടുള്ള ഒരു വാതിലാണ്. ദ ഗജദ്വാർ ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ എലിഫന്റ് വിച്ച് റെപ്രസെന്റ് ഇന്റലക്ട്, മെമ്മറി, വെൽത്ത് ആൻഡ് വിസ്ഡം. അപ്പൊ ഈ ഗജദ്വാറില് ഗജം, ആന എന്തിനെ സിംബലൈസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റലക്റ്റിനെയും മെമ്മറിയെയും വെൽത്തിനെയും വിസ്ഡത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ പാർലമെന്റ് മന്ദിരത്തിന്റെ ഫസ്റ്റ് ഗേറ്റായ ഗജദ്വാർ എന്ന് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഗേറ്റിന് കൊടുത്തിരിക്കുന്ന പേര് അശ്വദ്വാർ എന്നാണ്. അശ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിര, ഹോഴ്സ് ആണ്. നമ്മൾ കുതിരയുടെ പര്യായപദമായിട്ട് നോക്കുന്നതാണ്. അപ്പൊ അശ്വദ്വാർ ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ ഹോഴ്സ്. എ ഹോഴ്സ് സിംബലൈസ്. അപ്പൊ ഈ ഹോഴ്സ് എന്തിനെയാണ് സിംബലൈസ് ചെയ്ത് നോക്കുക? പവർ, സ്ട്രെങ്ത് ആൻഡ് കറേജ്. പവറിനെയും സ്ട്രെങ്തിനെയും കറേജിനെയും സിംബലൈസ് ചെയ്യുന്ന മൃഗമാണ് അശ്വം അല്ലെങ്കിൽ ഹോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ഗേറ്റിന് അശ്വദ്വാർ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ പവറും സ്ട്രെങ്തും കറേജും ഇറ്റ് ഈസ് എ ബേസിക് ക്വാളിറ്റീസ് ഡിസൈറബിൾ ഇൻ ഗവേണൻസ്. ഗവേണൻസിൽ അത്യാവശ്യം വേണ്ടി വരുന്ന ക്വാളിറ്റീസ് ആണ് പവറും സ്ട്രെങ്തും കറേജും. അപ്പൊ അശ്വദ്വാർ റെപ്രസെന്റ്സ് പവർ, സ്ട്രെങ്ത് ആൻഡ് കറേജ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ഗേറ്റിന് കൊടുത്തിരിക്കുന്ന പേര് ഗരുഡ ദ്വാർ എന്നാണ്. ഗരുഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരുന്ത് അതുപോലുള്ള പക്ഷിയുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പൊ മിത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗരുഡൻ എന്ന് പറയുന്നത്. ദ കിങ് ഓഫ് ബേർഡ്സ് എന്നാണ് പുരാണങ്ങളിൽ പറയുക. ദ തേർഡ് ഗേറ്റ് ഈസ് നെയ്മഡ് ആഫ്റ്റർ ഗരുഡ, ദ കിങ് ഓഫ് ബേർഡ്സ്. ആൻഡ് ദിസ് ഗരുഡ ഈസ് ബിലീവ്ഡ് ടു ബി ദ മൗണ്ട് ഓഫ് ലോർഡ് വിഷ്ണു. വിഷ്ണു എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഹനമാണ് ഗരുഡൻ. ഗരുഡന്റെ പുറത്തേറിയാണ് വിഷ്ണു നടക്കുക. ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് ലോർഡ് വിഷ്ണു, ദ പ്രിസർവർ ഇൻ ദ ഹിന്ദു ട്രിനിറ്റി. ട്രിനിറ്റി കൺസെപ്റ്റിൽ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്ന് പറയുന്ന ട്രിനിറ്റി കൺസെപ്റ്റിൽ വിഷ്ണു എന്ന് പറയുന്ന ദൈവം പ്രിസർവർ ആണ്, പ്രിസർവർ ഗോഡാണ്. അപ്പൊ ഈ വിഷ്ണുവുമായിട്ടാണ്, അല്ലെ വിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ. സോ ഗരുഡ മേക്സ്, അല്ലെങ്കിൽ ഇറ്റ് മേക്സ് ഗരുഡ എ സിംബൽ ഓഫ് പവർ ആൻഡ് ധർമ്മ. ഗരുഡൻ എന്തിനെ സിംബലൈസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പവറിനെയും ധർമ്മ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി, ഒരാളുടെ പവറിനെയും അയാളുടെ ഡ്യൂട്ടിയെയും സിംബലൈസ് ചെയ്യുകയാണ് ഗരുഡൻ എന്ന് പറയുന്നത്. അപ്പം ഗരുഡദ്വാർ എന്ന് പറയുന്ന ഈ മൂന്നാമത്തെ ഗേറ്റിലെ ഗരുഡൻ വിച്ച് സിംബലൈസ് പവർ ആൻഡ് ഡ്യൂട്ടി എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ഡോറിന്റെ പേര്, ഗേറ്റിന്റെ പേര് മകരദ്വാർ എന്നാണ്. മകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ക്രിയേച്ചർ ഒന്നും അല്ല. മകരദ്വാർ ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ ലെജൻഡറി സീ ക്രിയേച്ചർ ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് അനിമൽസ്. ഇതൊരു മിത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അതായത് സമുദ്രത്തിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന പല അനിമൽസിനെ ചേർന്നിട്ടുള്ള ഒരു രൂപം, ഇതിനെയാണ് മകരം എന്ന് പറയുക. അപ്പൊ മകരദ്വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലെജൻഡറി സീ ക്രിയേച്ചറിൽ നിന്നാണ് മകരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ആൻഡ് ദിസ് മകര സ്കൾപ്ചേഴ്സ് ആർ സീൻ ഇൻ ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് സ്പ്രെഡ് അക്രോസ് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ. നമ്മുടെ സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും ഉള്ള ഹിന്ദു ബുദ്ധിസ്റ്റ് മോണുമെന്റ്സിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രൂപമാണ് ഈ മകര സ്കൾപ്ചർ എന്ന് പറയുന്നത്. ഓൺ വൺ ഹാൻഡ് ദിസ് മകര ആസ് ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ക്രിയേച്ചർ റെപ്രസെന്റ്സ് ഇന്ത്യാസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പൊ മകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീ ക്രിയേച്ചർ ആണെന്നാണ് വിശ്വസിക്കപ്പെടുക. അതായത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് അനിമൽസ് ആണെന്നാണ് പറയുക. അപ്പോൾ ഒരുപാട്
മൃഗങ്ങളുടെ അനിമൽസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് മകര എന്ന് പറയുന്ന ആ ഒരു മിത്തിക്കൽ ക്രിയേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ മകര എന്ന് പറയുന്നത് കുറെ ക്രിയേച്ചേഴ്സിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് വിച്ച് സിംബലൈസ് ഓർ വിച്ച് റെപ്രസെന്റ്സ് ഇന്ത്യസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിലുള്ള യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മകര എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ ഗേറ്റിന് പറയുന്നത് ഷാർദുല ദ്വാർ എന്നാണ്. ആൻഡ് ദിസ് ഷാർദുല ഈസ് എ മിത്തോളജിക്കൽ ക്രിയേച്ചർ. ഷാർദുല എന്ന് പറയുന്നത് പക്ക ഒരു മിത്തോളജിക്കൽ ക്രിയേച്ചർ ആണ്, വിച്ച് ഹാസ് ദ ബോഡി ഓഫ് എ ലയൺ ബട്ട് ദ ഹെഡ് ഓഫ് എ ഹോഴ്സ്, എലിഫന്റ് ഓർ പാരറ്റ്. അപ്പോ ഷാർദുല എന്ന് പറയുന്നത് ഒരു മിത്തോളജിക്കൽ ക്രിയേച്ചർ ആണ്. അതിന്റെ പ്രത്യേകത സിംഹത്തിന്റെ ഉടലാണ്, സിംഹത്തിന്റെ ശരീരമാണ്. പക്ഷെ തലയുടെ സ്ഥാനത്ത് സിംഹത്തിന്റെ തലയ്ക്ക് പകരം കുതിരയുടെയോ ആനയുടെയോ പാരറ്റിന്റെയോ തലയാണ് വെക്കുക. ഹോഴ്സിന്റെയോ എലിഫന്റിന്റെയോ പാരറ്റിന്റെയോ തലയായിരിക്കും ഉണ്ടായിരിക്കുക. The government note says the presence of Shardula on the new parliament building gate symbolizes the power of the people of the country. അപ്പൊ ഷാർദുല എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന? പവർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ജനങ്ങൾക്ക് ജനങ്ങളുടേതായ പവർ ഉണ്ട്. അപ്പൊ ജനങ്ങളുടെ പവറിനെ, പവർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിംബലൈസ് ചെയ്യുന്ന ഒന്നാണ് ഷാർദുല എന്ന് പറയുന്നത്. പാർലമെന്റ് മന്ദിരത്തിന്റെ അഞ്ചാമത്തെ ഗേറ്റിനാണ് ഷാർദുല ദ്വാർ എന്ന പേര് കൊടുത്തിട്ടുള്ളത്. ഇനി ദ സിക്സ്ത് ആൻഡ് ദ ലാസ്റ്റ് ഗേറ്റ്, അതിന്റെ പേര് ഹംസ ദ്വാർ എന്നാണ്. ഹംസം എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അറിയാം അരയന്നം, ഇംഗ്ലീഷിൽ സ്വാൻ എന്ന് പറയും. ആൻഡ് ഹംസ ഇസ് ദ മൗണ്ട് ഓഫ് സരസ്വതി. സരസ്വതി ദേവിയുടെ വാഹനമാണ് ഹംസം. സരസ്വതി എന്ന് പറയുന്നത് ഹിന്ദു ഗോഡസ് ഓഫ് നോളജ്, അറിവിന്റെ ജ്ഞാനത്തിന്റെ ദേവതയാണ് സരസ്വതി എന്നാണ് പറയുക. അപ്പൊ സരസ്വതിയുടെ ഇരിപ്പിടമാണ് അല്ലെങ്കിൽ ഇഷ്ടവാഹനമാണ് ഈ ഹംസം അല്ലെങ്കിൽ സ്വാൻ. ഹംസാസ് ഫൈറ്റ് സിംബലൈസസ് മോക്ഷ ഓർ മീനിങ് ദ ലിബറേഷൻ ഓഫ് ദ സോൾ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അപ്പൊ ഈ ഹംസത്തിനെ അല്ലെങ്കിൽ ഹംസത്തിന്റെ വീര്യം എന്തിനെ സിംബലൈസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബറേഷൻ ഓഫ് ദ സോൾ ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്. അതായത് ഈ ഹിന്ദു വിശ്വാസം പ്രകാരം നമ്മൾ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഭൂമിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി കർമ്മ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ റീബർത്ത് എടുക്കേണ്ടി വരും. ഇതൊരു സൈക്ലിക് പ്രോസസ് ആണെന്നാണ് പറയുക. ഇതിന്റെ അവസാനമാണ് നമ്മൾ വൺസ് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ലിബറേഷൻ ഉള്ളൂ, നമ്മുടെ സോൾ ഇവിടുന്ന് ലിബറേറ്റഡ് ആയിട്ടുള്ളൂ. അതിനാണ് ഹിന്ദുയിസത്തിൽ മോക്ഷം എന്ന് പറയുക. അപ്പൊ ഹംസം ആക്ച്വലി സിംബലൈസസ് മോക്ഷ. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ എന്താണ് ഹംസം അല്ലെങ്കിൽ ഹംസദ്വാർ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ ദ ഹംസ സ്കൾപ്ചർ ഓൺ ദ പാർലമെന്റ്സ് സിക്സ്ത് ഗേറ്റ് ഈസ് എ സിംബൽ ഓഫ് സെൽഫ് റിയലൈസേഷൻ ആൻഡ് വിസ്ഡം. അപ്പൊ സെൽഫ് റിയലൈസേഷന്റെയും വിസ്ഡത്തിന്റെയും അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് ഹംസ സ്കൾപ്ചർ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരം, അതിലെ അശോക സ്തംഭം, അതുപോലെ തന്നെ ഈ പറയുന്ന ഗേറ്റുകളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ വന്നിട്ടുള്ളതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. പുതിയ ഇത്തരം വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.